കെ-ഡിസ്കിൽ നിന്ന് കുടുംബശ്രീ പുറത്തേക്ക് എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ ലക്ഷ്യങ്ങളെയും ഭാവികളെയും ചോദ്യം ചെയ്യുന്ന സർക്കാർ തീരുമാനം. കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും നൈപുണ്യ വികസനവും സാങ്കേതിക മുന്നേറ്റവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയിൽ നിർണായക മാറ്റങ്ങൾ വരുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കേരള ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് ഇന്നൊവേഷൻ കൌൺസിലിൽ നിന്ന് കുടുംബശ്രീയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കെ-ഡിസ്കുമായുള്ള സഹകരണം അവസാനിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാ തലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പ്രോഗ്രാം മാനേജർമാരുടെയും കോർഡിനേറ്റർമാരുടെയും സേവനങ്ങൾ ഓഗസ്റ്റ് 31 നിർത്തലാക്കാനും നിർദ്ദേശിച്ചിരിക്കുന്നു. ഗ്രാസ് റൂട്ട് ലെവലിൽ വൻ വിജയമായി മാറിയ ഒരു ജനകീയ ശൃംഖലയെ പെട്ടെന്ന് ഒഴിവാക്കി പദ്ധതി പൊളിച്ചെഴുതാനുള്ള സർക്കാരിന്റെ ഈ നീക്കം വലിയ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കുമാണ് വഴിവെക്കുന്നത്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കേന്ദ്രീകരിച്ച് കമ്മ്യൂണിറ്റി അംബാസഡർമാരെ അണിനിരത്തി വീടുകൾ തോറും കയറിയിറങ്ങി തൊഴിൽ രഹിതരുടെ ഡാറ്റ ശേഖരിച്ചതും അവരെ നൈപുണ്യ പരിശീലനങ്ങളിലേക്ക് നയിക്കാൻ പ്രാപ്തരാക്കിയതും കുടുംബശ്രീയുടെ ശക്തമായ സംഘടനാ സംവിധാനമായിരുന്നു. ജില്ലാ തലത്തിലെ പ്രോഗ്രാം മാനേജർമാർ ഈ ഫീൽഡ് തല ഏകോപനം കൃത്യമായി നിർവഹിച്ചു പോരുകയും ചെയ്തു. കുടുംബശ്രീയുടെ സ്ത്രീ ശക്തിയും പ്രാദേശിക ബന്ധങ്ങളും ഉപയോഗിച്ചാണ് പദ്ധതി വിവരശേഖരണം വേഗത്തിലാക്കിയത്. ഇവരെ ഒഴിവാക്കുന്നതിലൂടെ പദ്ധതിയുടെ സുതാര്യതയും ജനങ്ങളിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനവും തടസ്സപ്പെടാൻ സാധ്യതയേറെയാണ്. ഇതോടെ പദ്ധതിയിലെ ജനകീയ പങ്കാളിത്തം മുഴുവനായും ഇല്ലാതാകും. ജില്ലാ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പ്രോഗ്രാം മാനേജർമാരുടെയും കമ്മ്യൂണിറ്റി അംബാസഡർമാരുടെയും സേവനം പെട്ടെന്ന് വേണ്ടെന്ന് വയ്ക്കുന്നത് നിരവധി പേരുടെ തൊഴിൽ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കും. കൃത്യമായി പറഞ്ഞാൽ ജീവനക്കാരെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്നതാണ് തീരുമാനം. നിലവിലുള്ള ജനകീയ ഫീൽഡ് സർവേ സംവിധാനം അവസാനിപ്പിച്ച് ഏത് പുതിയ മാർഗത്തിലൂടെയാണ് കൃത്യമായ ഡാറ്റ ശേഖരണവും തുടർ നടപടികളും സാധ്യമാക്കുക എന്നതിൽ സർക്കാരിന് ഇപ്പോഴും വ്യക്തതയില്ല എന്നത് വലിയ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാങ്കേതിക വിദ്യയും നൈപുണ്യ പ്രോത്സാഹനവും സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണെന്നിരിക്കെ താഴെത്തട്ടിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ച കുടുംബശ്രീയെ ഈ പദ്ധതിയിൽ നിന്ന് പാടെ തള്ളിക്കളയുന്നത് തിരിച്ചടിയാകും. പദ്ധതികൾ പുനഃസംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിലവിലെ വിജയകരമായ ശൃംഖലകളെ തിരുത്തുന്നതിന് പകരം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. കേന്ദ്രീകൃതമോ ബ്യൂറോക്രാറ്റിക്കോ ആയ പുതിയ സംവിധാനങ്ങളിലേക്ക് മാറുമ്പോൾ പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളായ സാധാരണക്കാരായ തൊഴിലന്വേഷകരിലേക്ക് വിവരങ്ങൾ എത്തുന്നതിൽ വിടവുണ്ടാകാം. കുടുംബശ്രീയുടെ പങ്കാളിത്തം അവസാനിപ്പിക്കാനുള്ള ഈ നീക്കം പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പകരം അതിന്റെ സ്വാഭാവികമായ വളർച്ചയെ തളർത്തുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ ശക്തമാണ്.